രാജ്യത്തിന്റെ കാവൽക്കാരായ സുരക്ഷാ സേനയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർക്ക് കൃത്യമായ മറുപടിയുമായി CRPF മേധാവി. സേനാംഗങ്ങളോട് യാതൊരു ഭയവുമില്ലാതെ മുന്നോട്ട് പോകാനും അവർ എടുക്കുന്ന കടുത്ത തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിച്ച് CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് നടന്ന CJPയുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ കലാപ നിയന്ത്രണ വിഭാഗമായിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ചിലർ വലിയ വിവാദമാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സേനയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മേധാവി തന്നെ ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ സേനാംഗങ്ങൾ എടുക്കുന്ന ഏതൊരു നടപടിയുടെയും പ്രത്യാഘാതങ്ങൾ നേരിടാൻ താൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് DG വ്യക്തമാക്കിയത്. നിയമവാഴ്ച ഉറപ്പാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ അനിവാര്യമാണെന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാരും സേനാ നേതൃത്വവും നൽകുന്നത്. ഡൽഹിയിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് സുരക്ഷാ സേനയ്ക്ക് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്നത്. ഈ പെല്ലറ്റ് ഗൺ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ മാരകായുധമാണെന്ന രീതിയിലാണ് ചിലർ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവം അതല്ല. ഒരു സമരം തികച്ചും അക്രമാസക്തമാവുകയും ജലപീരങ്കിക്കും കണ്ണീർ വാതകത്തിനും ആൾക്കൂട്ടത നിയന്ത്രിക്കാൻ കഴിയാതെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണിത്. യഥാർത്ഥ വെടിയുണ്ടകളെ പോലെ ജീവനെടുക്കുന്ന ഒന്നല്ല ഈ പെല്ലറ്റുകൾ. വളരെ ചെറിയ ലോഹത്തരികൾ ശരീരത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന നിസ്സാരമായ മുറിവുകളോ അല്ലെങ്കിൽ വേദനയോ മാത്രമാണ് ഇതിന്റെ ഫലം. അല്ലാതെ ജീവന് യാതൊരു അപകടവും സംഭവിക്കില്ല. വലിയൊരു കലാപം ഒഴിവാക്കാൻ അക്രമികളുടെ ജീവഹാനി പോലും ഒഴിവാക്കിക്കൊണ്ട് സേന പ്രയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പ്രതിരോധ മാർഗമാണിത്. കേവലം നിസ്സാര പരിക്കുകൾ മാത്രം ഉണ്ടാക്കുന്ന ഈ ജനക്കൂട്ട നിയന്ത്രണ സംവിധാനത്തെയാണ് ചിലർ വലിയ മാരകായുധമായി ചിത്രീകരിച്ച് വ്യാജ പ്രചാരണം നടത്തുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്താൻ CRPF ഒരു സാധാരണ ആഭ്യന്തര പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെ സേനാംഗങ്ങൾക്കെതിരെയുള്ള ഒരു അന്വേഷണമായി വളച്ചൊടിക്കാനാണ് ചിലർ ശ്രമിച്ചത്. എന്നാൽ ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് സേനാ നേതൃത്വം കൃത്യമായി വ്യക്തമാക്കി. ഏതൊരു വലിയ ഓപ്പറേഷന് ശേഷവും CRPF നടത്തുന്ന സാധാരണ വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇത് സേനയുടെ ആത്മവീര്യം കെടുത്താനുള്ള നീക്കമായി കാണേണ്ടതില്ല എന്ന് DG അടിവരയിട്ട് പറയുന്നു. അതിർത്തികളിലല്ല, രാജ്യത്തിനുള്ളിലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും CRPFന് പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മാവോയിസ്റ്റ് മേഖലകളിലെയും ഓപ്പറേഷനുകളിൽ ഒരു ചെറിയ പിഴവിന് പോലും വലിയ വില നൽകേണ്ടി വരും. കഴിഞ്ഞ നവംബറിൽ മണിപ്പൂരിൽ ഗ്രാമം ആക്രമിക്കാനെത്തിയ 10 സായുധരായിട്ടുള്ള ആക്രമികളെ CRPF ധീരമായി നേരിട്ട് വധിച്ചിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കേവലം നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയും നിയമവാഴ്ചയും കാത്തുസൂക്ഷിക്കുന്ന ഭടന്മാർക്കൊപ്പം എന്ത് പ്രതിസന്ധിയിലും ഭരണകൂടം പാറ പോലെ തന്നെ ഉറച്ചു നിൽക്കുമെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത്. റിപ്പബ്ലിക്കിന്റെ പരമാധികാരം തന്നെയാണ് വലുത്. അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനും സുരക്ഷാ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് CRPF മേധാവിയുടെ ഈ ആവേശകരമായിട്ടുള്ള വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളം.